പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ SCERT അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സയൻസ് മോക്ക് ടെസ്റ്റാണ് നടത്താൻ പോകുന്നത്. 30 ചോദ്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. LDC LGS എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുള്ളത്. 30 ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ ശ്രമിക്കുക. നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, അൽ നിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അൽ നിക്കോ എന്ന ലോഹസങ്കരത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഉത്തരം കോപ്പർ. അടുത്ത ചോദ്യം, സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്ന സസ്യകല ഏതാണ്? സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്ന സസ്യകല ഏതാണ്? ഉത്തരം സ്ക്ലീറൻ കൈമ. അടുത്ത ചോദ്യം, ഏത് കോശാംഗമാണ് കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത്? ഏത് കോശാംഗമാണ് കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത്? ഉത്തരം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അടുത്ത ചോദ്യം, പുംബീജങ്ങളും പുരുഷ ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എവിടെയാണ്? പുംബീജങ്ങളും പുരുഷ ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ഉത്തരം വൃഷണം. അടുത്ത ചോദ്യം, പദാർത്ഥ സംവഹനം നിർവഹിക്കുന്ന യോജകകല ഏതാണ്? പദാർത്ഥ സംവഹനം നിർവഹിക്കുന്ന യോജകകല ഏതാണ്? ഉത്തരം രക്തം. അടുത്ത ചോദ്യം, ചാർജുകളെ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും നാമകരണം ചെയ്തത് ആരാണ്? ചാർജുകളെ പോസിറ്റീവ് എന്നും നെഗറ്റീവ് എന്നും നാമകരണം ചെയ്തത് ആരാണ്? ഉത്തരം ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അടുത്ത ചോദ്യം, പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന സസ്യകല ഏതാണ്? പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന സസ്യകല ഏതാണ്? ഉത്തരം പാരൻ കൈമ. അടുത്ത ചോദ്യം, കോശകേന്ദ്രമായ ന്യൂക്ലിയസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. കോശകേന്ദ്രമായിട്ടുള്ള ന്യൂക്ലിയസ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം റോബർട്ട് ബ്രൗൺ. അടുത്ത ചോദ്യം, ശരീരചലനം സാധ്യമാക്കുന്ന കല ഏതാണ്? ശരീരചലനം സാധ്യമാക്കുന്ന കല ഏതാണ്? ഉത്തരം പേശി കല. അടുത്ത ചോദ്യം, ഇവയിലേതാണ് മൂലകോശങ്ങൾ എന്നും അറിയപ്പെടുന്നത്? ഇവയിലേതാണ് മൂലകോശങ്ങൾ എന്നും അറിയപ്പെടുന്നത്? ഉത്തരം വിത്ത് കോശങ്ങൾ. 11ാമത്തെ ചോദ്യം, അസ്ഥി ഏത് തരം കലയാണ്? അസ്ഥി ഏത് തരം കലയാണ്? ഉത്തരം യോജക കല. അടുത്ത ചോദ്യം, കാൽക്കുലേറ്ററിൽ ഉപയോഗിക്കുന്ന സെൽ. കാൽക്കുലേറ്ററിൽ ഉപയോഗിക്കുന്ന സെല്ല് ഏതാണ്? ഉത്തരം മെർക്കുറി സെൽ. അടുത്ത ചോദ്യം, കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രം ഏതാണ്? കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രം ഏതാണ്? ഉത്തരം മർമ്മം. അടുത്ത ചോദ്യം, പട്ടുനൂൽ പുഴുക്കളെ പട്ടിന്റെ നിർമ്മാണത്തിനായി വളർത്തുന്ന കൃഷിരീതി ഏതാണ്? പട്ടുനൂൽ പുഴുക്കളെ പട്ടിന്റെ നിർമ്മാണത്തിനായി വളർത്തുന്ന കൃഷിരീതി ഏതാണ്? ഉത്തരം സെറി കൾച്ചർ. അടുത്ത ചോദ്യം, ഇവയിലേതിന്റെ പ്രത്യുൽപാദന രീതിയാണ് ദ്വിവിഭജനം? ഇവയിലേതിന്റെ പ്രത്യുൽപാദന രീതിയാണ് ദ്വിവിഭജനം? ഉത്തരം ബാക്ടീരിയ. ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്ന പ്രക്രിയ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്ന പ്രക്രിയ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഉത്പതനം. അടുത്ത ചോദ്യം, 4Rൽ ഉൾപ്പെടാത്തത് ഇവയിൽ ഏതാണ്? 4Rൽ ഉൾപ്പെടാത്തത് ഇവയിൽ ഏതാണ്? ഉത്തരം റീപ്രൊഡ്യൂസ്. ഫേനത്തിനെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലത്തെ എന്താണ് വിളിക്കുന്നത്? ഫേനത്തിനെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലത്തെ എന്താണ് വിളിക്കുന്നത്? ഉത്തരം ടോണോപ്ലാസ്റ്റ്. മെഴുക് ഉരുകുന്നത് ഏത് തരം മാറ്റമാണ്? മെഴുക് ഉരുകുന്നത് ഏത് തരം മാറ്റമാണ്? ഉത്തരം ഭൗതിക മാറ്റം. കോശമില്ലാത്ത ജീവി ഇവയിൽ ഏതാണ്? കോശമില്ലാത്ത ജീവി ഇവയിൽ ഏതാണ്? ഉത്തരം വൈറസ്. ഭൂമിക്കടിയിൽ വളരെ ആഴങ്ങളിൽ കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിൽ ഏത് മാർഗം വിധേനയാണ് വേർതിരിക്കുന്നത്? ഭൂമിക്കടിയിൽ വളരെ ആഴങ്ങളിൽ കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിൽ ഏത് മാർഗം വിധേനയാണ് വേർതിരിക്കുന്നത്? ഉത്തരം അംശിക സേചനം. അടുത്ത ചോദ്യം, മാഞ്ചിഫറ ഇൻഡിക്ക ഏതിന്റെ ശാസ്ത്രീയ നാമമാണ്? മാഞ്ചിഫറ ഇൻഡിക്ക ഏതിന്റെ ശാസ്ത്രനാമമാണ്? ഉത്തരം മാങ്ങ. തെങ്ങിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന തേങ്ങയുടെ ചലനം എന്തിനുദാഹരണമാണ്? തെങ്ങിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന തേങ്ങയുടെ ചലനം എന്തിന് ഉദാഹരണമാണ്? ഉത്തരം ത്വരണം. ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലം. ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലം. ഉത്തരം വ്യാപക മർദ്ദം. ജീവികളെ 5 കിങ്ഡങ്ങളായി തരംതിരിച്ച ശാസ്ത്രജ്ഞൻ. ജീവികളെ 5 കിങ്ഡങ്ങളായി തരംതിരിച്ച ശാസ്ത്രജ്ഞൻ. ഉത്തരം റോബർട്ട് എച്ച് വിറ്റാക്കർ.
ശുദ്ധപദാർത്ഥങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണ്? താഴെ കൊടുത്തവയിൽ ശുദ്ധപദാർത്ഥങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ഉത്തരം മണ്ണ്. ആവശ്യമൂലകങ്ങളിൽ ഉൾപ്പെടാത്തത് ഇവയിൽ ഏതാണ്? ആവശ്യമൂലകങ്ങളിൽ ഉൾപ്പെടാത്തത് ഇവയിൽ ഏതാണ്? ഉത്തരം ക്രോമിയം. ഭക്ഷണപദാർത്ഥത്തിന് മഞ്ഞ നിറം നൽകുന്നത് ഏത് രാസവസ്തുവാണ്? ഭക്ഷണപദാർത്ഥത്തിന് മഞ്ഞ നിറം നൽകുന്നത് ഏത് രാസവസ്തുവാണ്? ഉത്തരം ടാർട്രസിൻ. അടുത്ത ചോദ്യം, ശരീരം മെലിയാനായി ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് മൂലം ഭക്ഷണത്തോട് വിരക്തി ഉണ്ടാകുന്ന അവസ്ഥ എന്താണ്? ശരീരം മെലിയാനായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് മൂലം ഭക്ഷണത്തോട് വിരക്തി ഉണ്ടാകുന്ന അവസ്ഥ എന്താണ്? ഉത്തരം അനോറക്സിയ. അവസാനത്തെ ചോദ്യം, ഇവയിൽ ഏതാണ് യൂക്കാരിയോട്ടിന് ഉദാഹരണം? താഴെ കൊടുത്തവയിൽ ഏതാണ് യൂക്കാരിയോട്ടിന് ഉദാഹരണം? ഉത്തരം അമീബ. 30 ചോദ്യങ്ങളായിട്ടുണ്ട്. നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോകളായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.